ഹായ് ജിനു. ഒരിടത്ത് ഒരമ്മ തൻ്റെ മകനെ വളർത്താനായിട്ട് കഷ്ടപ്പെട്ട് പല വീടുകളിലും മെയ്ഡായിട്ട് പണി ചെയ്ത് കിട്ടുന്ന കാശ് സ്വരൂപിച്ച് വെച്ചാണ് മോനെ വളർത്തിക്കൊണ്ട് വരുന്നത്. ഒരു ദിവസം മോൻ വന്ന് അമ്മയോട് പറയാണ്, അമ്മ എനിക്ക് ഈ ഫോൺ വേണം, ഇച്ചിരി കോസ്റ്റ്ലിയാന്ന് പറഞ്ഞു. അപ്പം അമ്മ എന്ത് ചെയ്തു, ഈ കിട്ടുന്ന കാശ് കുറേശ്ശെ വീട്ടിലേക്കുള്ള ആവശ്യങ്ങൾ കഴിഞ്ഞ് ബാക്കിയെല്ലാം ഇങ്ങനെ സമ്പാദിച്ച് വെക്കാൻ തുടങ്ങി. ഒരു ദിവസം മോനെയും കൊണ്ട് അമ്മ മൊബൈൽ ഷോപ്പിൽ പോയതിന് ശേഷം മൊബൈൽ കടയിൽ നിൽക്കുന്ന പയ്യനോട് പറയാണ്, എൻ്റെ മോന് ഈ ഒരു ഫോൺ വേണം. ആ ഫോണിൻ്റെ പേരും സൈസും എല്ലാം പറഞ്ഞു കൊടുത്തിട്ട് അമ്മ പൈസ എടുത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് കണ്ട ആ പൈസ എണ്ണി നോക്കിയതിന് ശേഷം കടക്കാരൻ പറയാണ്, അമ്മ പറഞ്ഞ ആ ഫോൺ എന്തായാലും ഈ പൈസ കിട്ടത്തില്ല, എന്നാലും നല്ലൊരു ഫോണ് അമ്മയ്ക്ക് ഞാൻ തരാമെന്ന് പറഞ്ഞിട്ട് പുള്ളി ആ പൈസയ്ക്ക് ഒതുങ്ങുന്ന ഫോൺ അമ്മയ്ക്ക് കൊടുക്കുകയാണ്. അമ്മ സന്തോഷത്തോടെ ആ ഫോണ് മോനെ ഏൽപ്പിക്കുമ്പോൾ മോൻ അത് കണ്ടതിന് ശേഷം മോൻ ഉദ്ദേശിച്ച ഫോണല്ല, ആ നിമിഷം തന്നെ മോൻ ആ ഫോൺ അമ്മയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് ഷോപ്പിൽ തന്നെ തറയിലെറിഞ്ഞ് പൊട്ടിക്കുകയാണ് ചെയ്യുന്നത്. ഇത് കണ്ട അമ്മയ്ക്ക് ഭയങ്കര വിഷമം. കാരണം ഇത്രയും കഷ്ടപ്പെട്ട് ഞാൻ സമ്പാദിച്ച പൈസ അത് ഞാൻ എൻ്റെ മോന് വേണ്ടി മൊബൈൽ അവന് വേണമെന്ന് പറഞ്ഞ് മൊബൈൽ വാങ്ങിക്കാനായിട്ട് കൊടുത്തിട്ടും മോൻ അതിനൊരു വാല്യൂ കൊടുത്തില്ലല്ലോ. ഇത് കണ്ടുകൊണ്ട് ഇന്ന് കടക്കാരൻ എന്ത് ചെയ്തു, മൊബൈൽ ഷോപ്പിലെ ആ ഓണർ പുള്ളി വന്നേച്ച് മോനോട് പറഞ്ഞു, നീ കാണിച്ചത് ശരിയാണോ എന്ന് ചോദിച്ചു. അപ്പോൾ അവന് ഇഷ്ടമല്ലാത്ത ഫോണാണ് അമ്മ വാങ്ങിച്ചു തന്നതെന്ന് അവനവിടെ ആർഗ്യൂ ചെയ്യാനായിട്ട് തുടങ്ങി. അന്നേരം അദ്ദേഹം സന്തോഷത്തോടെ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, നീ എൻ്റെ കടയിൽ പണി ചെയ്യും, അപ്പം നിനക്ക് ഞാൻ പൈസ തരാം, ആ പൈസ കൊണ്ട് നിനക്ക് നിൻ്റെ ഇഷ്ടമുള്ള ഫോൺ വാങ്ങിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ ഓക്കെ പറഞ്ഞു. അന്ന് അവൻ അവിടെ പണി ചെയ്തേച്ച് പറഞ്ഞു, ഇന്ന് ഞാൻ പണി ചെയ്തു, എനിക്ക് എൻ്റെ കൂലി തരണമെന്ന് പറഞ്ഞു. ഇപ്പോൾ പുള്ളി പൈസ എടുത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പുള്ളി പൈസ വാങ്ങിച്ചതിന് ശേഷം അവൻ പറഞ്ഞു, ഈ പൈസ കൊണ്ട് എന്തായാലും എനിക്ക് ഫോൺ വാങ്ങിക്കാനായിട്ട് സാധിക്കുന്നതല്ല. അപ്പം പുള്ളി പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, നീ ഒരു 6 മാസം എൻ്റെ കടയിൽ നീ പണി ചെയ്യും, അപ്പം നിനക്ക് മൊബൈൽ വാങ്ങിക്കാനുള്ള കാശും ആവും, നിനക്ക് ഇഷ്ടമുള്ള മൊബൈൽ വാങ്ങിക്കുകയും ചെയ്യാമെന്ന് പറഞ്ഞു. പയ്യൻ ഓക്കെ പറഞ്ഞു. അവൻ ഈ 6 മാസം ഇഷ്ടമില്ലാത്ത പണി അവന് അവിടെ ചെയ്തു. എല്ലാ പണിയും തൂക്കാനും തുടയ്ക്കാനും എല്ലാ പണിയും അവന് ഇഷ്ടമല്ലായിരുന്നു. പക്ഷെ അവനവിടെ മൊബൈൽ ഫോൺ വേണമെന്നുള്ള ആഗ്രഹത്തിൽ അവൻ ചെയ്തു. 6 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് കടക്കാരൻ എന്ത് ചെയ്തു, ആ പൈസയ്ക്കുള്ള മൊബൈൽ ഫോണ് അവന് പ്രസൻറ്റ് ചെയ്തു. അവനത് കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം അവൻ്റെ ഹാർഡ് വർക്കിനുള്ള പൈസയിൽ അവൻ വാങ്ങിച്ചതാണ്. അവനത് തുറക്കുന്നതിന് മുമ്പേ ഷോപ്പുകാരൻ എന്ത് ചെയ്തു, അതെടുത്ത് തറയിലെറിഞ്ഞ് പൊട്ടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ആ ചെറുക്കന് ഭയങ്കര ദേഷ്യവും വിഷമവും. എന്താണ് നിങ്ങൾ ഈ കാണിച്ചതെന്ന് ചോദിച്ചു. അപ്പോൾ ചോദിച്ചു, നിനക്ക് വിഷമം തോന്നിയ അതേ വിഷമം നിൻ്റെ അമ്മയ്ക്ക് അന്ന് നീ ഫോൺ എറിഞ്ഞപ്പോൾ തോന്നിയിട്ടില്ലേ? അപ്പം നിനക്കും ആ ഒരു ഫീൽ കൊണ്ടുവരാൻ വേണ്ടിയാണ് ഞാനിത് ഇങ്ങനെ ചെയ്തത്. പക്ഷേ ഇത് ഒറിജിനൽ ഫോണല്ല, ഇത് ഡമ്മി ഫോണാണ്. ഞാൻ നിനക്ക് ഒറിജിനൽ ഫോൺ തരാമെന്ന് പറഞ്ഞാൽ ആ മനുഷ്യൻ അവന് ഒരു നല്ല ഫോൺ അവന് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ പല സിറ്റുവേഷനിലും നമ്മുടെ വീടുകളിൽ നടക്കുന്നുണ്ട്. പലപ്പോഴും നമ്മളുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അറിയാതെ നമ്മൾ പലപ്പോഴും നമ്മുടെ മക്കൾക്ക് അതെല്ലാം മാറ്റി വെച്ചിട്ട് നമ്മൾ പല കാര്യങ്ങൾ സാധിച്ചു കൊടുക്കാറുണ്ട്. കുഞ്ഞുങ്ങൾക്ക് വേണ്ടാത്തതും വേണ്ടിയതും എല്ലാം നമ്മൾ സാധിച്ചു കൊടുക്കാറുണ്ട്. ഇപ്പം മാൾസ് വന്നേ പിന്നെ കുഞ്ഞുങ്ങൾക്ക് സർപ്ലസ്, അവർ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ഇഷ്ടം പോലെ വാങ്ങിച്ച് വീടുകളിൽ വെക്കുന്നത് 1+1ഉം 2+1ഉം 3+1 എന്നും പറഞ്ഞ് ഇഷ്ടം പോലെ കിട്ടുന്നുണ്ട്. അപ്പം അവർക്ക് തിന്ന് കളയാന്നുള്ള ഭാഗത്തിലാണ് നമ്മൾ വീട്ടിൽ പല സാധനങ്ങളും വാങ്ങിച്ച്, ഒന്നിനും അവർക്ക് വാല്യൂ അറിയത്തില്ല. നമ്മൾ എപ്പോഴും ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, എപ്പോഴും നമ്മുടെ വീട്ടിലെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അറിഞ്ഞ് മക്കളെ വളർത്താനാണ് നമ്മൾ ഓരോ പേരൻസും നോക്കേണ്ടത്. അല്ലാത്ത പക്ഷം നമ്മൾ അവർക്ക് വേണ്ടി നമ്മുടെ ചെറുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ സാധിച്ചില്ല, നമുക്കിത് കിട്ടിയിട്ടില്ല, നമുക്ക് ഇതൊന്നും നമ്മളൊന്നും കഴിച്ചിട്ടില്ലെന്നും പറഞ്ഞുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് വേണ്ടതും വേണ്ടാത്തതുമായിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ വാങ്ങിച്ചു കൊടുക്കുമ്പോൾ ഒരു കാര്യം നമ്മൾ ചിന്തിക്കുക, നാളെ ഈ കുഞ്ഞുങ്ങൾ നമ്മളെ കൊണ്ടുവന്ന് റെസ്പെക്റ്റ് ഹോമിൽ വിടും. നിങ്ങൾ ഓൾഡ് ഏജ് ഹോം എന്ന് പറയും, പക്ഷെ ഞാൻ അതിനെ റെസ്പെക്റ്റ് ഹോം എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു അവസ്ഥ നിങ്ങൾക്കും വരാതിരിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അറിഞ്ഞ് കുഞ്ഞുങ്ങളെ വളർത്തുക. ബി ഹാപ്പി ഫോർ എവർ.